ഹലോ ഗൈസ്, അങ്ങനെ ലേണിംഗ് ഏതാണുള്ളവരോടൊക്കെ ക്ലാസ്സിൽ ഇരിക്കാൻ പറഞ്ഞു, ബാക്കിയുള്ളവരോട് പുറത്ത് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മെല്ലെ പുറത്തേക്ക് അപ്പോഴാണ് എന്നെപ്പോലെ തന്നെ അനിയത്തിനെയും കൊണ്ട് വന്നൊരു കുട്ടീനെ ഞാൻ കണ്ടത്. ഓളാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് മിണ്ടി തുടങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് വർത്താനം പറഞ്ഞു വന്നപ്പോഴാണ് ഓൾ ഇവിടെ നരക്കുനിക്കാരിയാണെന്ന് അറിഞ്ഞത്. അതിന് ഓളിൻ്റെ മൂത്തതാണ്, പക്ഷെ കണ്ടാൽ എൻ്റെ അനിയത്തിയാണെന്നേ പറയൂ. ആളോട് ഇങ്ങനെ കഥ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. കുറേ നാളത്തെ പരിചയമുള്ളത് പോലെയാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാൻ തുടങ്ങിയത്. ഓൾ അനിയത്തിയാണെങ്കിലും വേഗം കമ്പനി ആയിട്ട് കേട്ടോ എൻ്റെ അനിയത്തിനോടും എന്നോടും. സത്യം പറഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞിരിക്കും. അങ്ങനെ ഞങ്ങൾ ഓരോ കഥ പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം ഒരു 12 മണീൻ്റെ അടുത്തായിരിക്കും. ഞങ്ങൾക്കാണെങ്കിൽ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ കുടിച്ച് പോയ ചായ. ആദ്യം എക്സാം എഴുതാൻ പോയവരാണെങ്കിൽ ഇതുവരെ എക്സാം എഴുതി കഴിഞ്ഞിട്ടില്ല. മര്യാദയ്ക്ക് വണ്ടി എടുത്ത് പോകാൻ നമുക്ക് എന്ന് പറഞ്ഞാൽ ഓളയും കൂടി ഞാൻ പറഞ്ഞ് ചടപ്പിച്ച് വണ്ടി എടുക്കേണ്ട, നേരെ കുറച്ചും കൂടി നടക്കാനല്ലല്ലോ, കാടം വരെ പോയിട്ട് വാങ്ങി വരാം. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു താഴെ പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. അക്കുനെയും ഓൾ അനിയത്തിനെയും കൂടി ആടെ ആക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. ഇവിടുന്ന് കുറച്ച് താഴോട്ട് പോയാൽ പോലെ സാധനം വാങ്ങാനെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങ് താഴത്ത് നന്മണ്ട ആ 4 കൂടി മുക്ക് വരെ പോകേണ്ടത് ഞങ്ങൾക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. ആരും ഒരു പീടിക തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ അങ്ങനത്തെ ബേക്കറി ഐറ്റംസ് ഉണ്ടായിരുന്ന കടകളും ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഒരു അമ്മച്ചൻ്റെ പീടിയുണ്ട്. ആടെ കയറി സാധനം വാങ്ങിയപ്പോൾ അവിടെ അങ്ങനെ വലുതായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ദൈ കണ്ട കുറച്ച് സാധനവും ഒരു കുപ്പി വെള്ളവും കുറച്ച് മുട്ടായി കൂടി വാങ്ങി. ഞാനാണെങ്കിൽ ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കുഞ്ഞു കുപ്പി വെള്ളമുണ്ട്, ആർക്കും കുടിക്കാൻ തികഞ്ഞില്ല. ഞങ്ങൾക്ക് അതൊക്കെ പറഞ്ഞ് നട്ടപ്പൊരു വെയിലത്ത് ആടിപ്പാടി സാധനമൊക്കെ വാങ്ങി വന്നിട്ടും ആദ്യം എക്സാം എഴുതാൻ കയറിയവർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് വാങ്ങിയ കേക്കും കഴിച്ചു, പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന്. ആ കേക്കിൻ്റെ പാക്കേജ് ഭയങ്കര വലുതാണെങ്കിലും സാധനം ഒരു കുഞ്ഞതായിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ചിരിയും കളിയൊക്കെ. ഇതിലും കൂടി കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഒരു സാറ് വന്ന് പറയുന്നത് എല്ലാവരും കൂടി താഴോട്ട് വരണം, സൈറ്റ് ഓപ്പൺ ആവുന്നില്ല, അപ്പോൾ അതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ താഴെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും പേര് ഒന്നിട്ട് 10 വരെ പോയതിൽ ആകെ 2 കുട്ടികൾ മാത്രമാണ് എക്സാം എഴുതിയത്, സൈറ്റ് ഓപ്പൺ ആവുന്നില്ല എന്നുള്ളത്. പിന്നെ അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് അറിഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പുതിയതായിട്ട് തന്ന ഡേറ്റും വാങ്ങി നേരെ തിരിച്ചു പോന്നു. ഓരോ നേരവും ഞങ്ങൾ 4 ആളോട് പറഞ്ഞത് ഇനി വരുന്ന ദിവസം കാണാലോ എന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടാട്ടോ പോകുന്നത്.